വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത്. ഈ വണ്ടി ഇരിക്കുമ്പോൾ നാട്ടിലെ പഴയ വണ്ടി പോലെ ഇല്ല. ഇതുപോലത്തെ കുറേ കളക്ഷൻസ് ഇവരുടെ കയ്യിൽ ഞാൻ കുറേ പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്രാൻഡ് ഫാൾസിൻ്റെ തന്നെ വേറൊരു സൈഡാണ്. ഇവിടെയാണ് ഇവർ ഈ ബോട്ടിങ്ങിനും ഫിഷിങ്ങിനും ഒക്കെ വരുന്നൊരു സൈഡ്. ഞങ്ങൾ ഈ വശത്തേക്ക് ഒരു 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ സമയത്ത് വണ്ടി ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ ഒരു സമയത്താണ് വന്നത്. പിന്നെ ഞങ്ങൾ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഫുള്ളും ഐസ് ആണല്ലോ, ഫുൾ ഐസ് കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു ഇവിടെ ഫുള്ളും. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് വരുന്നത്. ഇന്ന് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇവിടെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറേ പേര് ബോട്ടിങ് ഉണ്ട് കേട്ടോ. കുറേ പേര് മറ്റേ സ്പീഡ് ബോട്ടാണ് ഓടിക്കുന്നത് കണ്ടോ. കുറേ പേര് സ്പീഡ് ബോട്ട് ഓടിച്ച് അതിൽ നടക്കുന്നുണ്ട്. അവരതിന് വേണ്ട സേഫ്റ്റി ഒക്കെ ഇട്ടാട്ടോ സ്പീഡ് ബോട്ട് ഓടിക്കുന്നത്. പിന്നെ കുറേ പേര് ബോട്ട് ഇറക്കുന്നുമുണ്ട്. കുറേ പേരുടെ വട്ടി അവിടെ നിൽക്കുന്നുണ്ട്. കുറേ പേര് ബോട്ട് ഇറക്കി ആ സൈഡിലോട്ടൊക്കെ പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ ഈ കാറിൻ്റെ ബാക്കിൽ മറ്റേ ട്രെയിലർ ഉപയോഗിച്ച് ഇങ്ങനെ ഹിച്ച് ചെയ്താട്ടോ കൊണ്ടുവരുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഭയങ്കര ആകാംക്ഷപൂർവ്വം കാണുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പുഴു, നിറച്ചും പുഴുവാണ്. താഴെ കുറേ പുഴുവൊക്കെ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. അവിടെ നിൽക്കാനും നമ്മുടെ ദേഹത്തൂടെയും കയറുന്നുണ്ട്. അവിടെ ഒത്തിരി സമയം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിട്ട് വേഗം പോരാന്ന് വിചാരിച്ച് അങ്ങനെ നിന്നതാണ്. അത് ആ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് കാണുന്നത് USA കേട്ടോ. USA ബോർഡറാണ് കാണുന്നത്. ആ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ്, ആ കാട് പോലെ കാണുന്ന അപ്പുറത്തെ സൈഡ് USA ബോർഡറാണ്. അതൊക്കെ അവർ ഓടിച്ചിട്ട് തിരിച്ച് വരുന്നിട്ട് അവർ കയറ്റിപ്പോകാനുള്ള വഴിയാന്ന് തോന്നുന്നു. കുറേ നേരം അവർ അങ്ങ് ആ ഭാഗത്തോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഫിഷ്. അപ്പോൾ അവരതിൽ സ്നാക്സൊക്കെ ആയിട്ട് പിള്ളേർ കുറച്ച് ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരായിട്ട് പോയി അവർ തിരിച്ച് വരുന്നുണ്ട്. ഞങ്ങളപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക ചെയ്തത്. പിന്നെ അതാ വേറൊരു ഫാമിലി ആ സമയത്ത് സ്പീഡ് ബോട്ട് ഓടിക്കുന്നുണ്ട്. ഭയങ്കര സ്പീഡിലാട്ടോ ഓടിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം നോക്കുന്നു. ഇവിടെ എല്ലാവരുടെ വീട്ടിൽ കൂടെ ബോട്ട്, സ്പീഡ് ബോട്ട് അങ്ങനത്തെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ. എല്ലാവരുടെ വീട്ടിൽ കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഈ ഭാഗത്ത് എല്ലാവരുടെയും വീട്ടിൽ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ വെച്ചേക്കുന്നതാണ്. ഇവർ സ്പീഡ് ബോട്ടൊക്കെ ആയിട്ട് പോകുന്നത് കാണാം. വേറൊരു ഇപ്പോൾ ടൊറൻറ്റോയിലെ പോലെ തന്നെ വേറൊരു ഒന്നും തന്നെ ഇവിടെ ഇല്ല ഒരു എൻ്റർടൈൻമെൻറ്റിന്. ഈ സ്പീഡ് ബോട്ടും അതുപോലെ ക്യാരവാനൊക്കെ ഉള്ളൂ ഇവരുടെ എല്ലാവരുടെ വീട്ടിലുണ്ട്. ഇവർ ക്യാരവാനായിട്ട് ഇതുപോലെ വല്ല കാടുകളിൽ പോയി ടെൻ്റ് അടിക്കുക അങ്ങനത്തെ പരിപാടി ഇവരുടെ എല്ലാ വീട്ടിൽ കൂടെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പാലത്തിൽ കൂടി ഒന്ന് കയറാമെന്ന്. കൂട്ടനെ ഇടയ്ക്ക് വെച്ച് നോക്കുന്നത് വല്ല പുഴുവും ദേഹത്ത് കയറിയിട്ടുണ്ടോ എന്ന് നോക്കുന്ന കേട്ടോ. പുഴുവൊക്കെ കയറിയിട്ടുണ്ട്. ചെറിയൊരു ചൊറിച്ചിലുണ്ടാവുമല്ലോ. കൊച്ചിന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ പാലത്തിലൊന്ന് കയറാം. ഇതുവരെ ഈ സൈഡിലോട്ട് ഫസ്റ്റ് ടൈമായിട്ടാണ് വരുന്നത്. പാലം തടി വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. പാലത്തിൽ നിന്ന് താഴത്തോട്ട് നോക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. ഈ നമ്മളീ പിടിക്കുന്ന പടിയിൽ ചില അഴികളൊന്നും ഇല്ല. കോളിൻകുട്ടന് കൃത്യം അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റലേ ഉള്ളൂ. ഇതാണ് അപ്പുറത്തെ ബോർഡർ. ഇവിടെ കണ്ടോ ആകെ 2 വീടേ ഉള്ളൂ കേട്ടോ. 2 വീടേ കാണാനുള്ളൂ. ബാക്കി ഫുള്ള് കാട്. നമ്മുടെ നാടൊക്കെയാണ് എപ്പോഴും അവിടെയൊക്കെ വെട്ടി വല്ല കൃഷി എന്തെങ്കിലും അതുപോലെ എത്രയോ വീടുകൾ വന്നതിനല്ലേ. ബാക്കി ഫുള്ളും ഒരു കാട് പോലെ എനിക്ക് തോന്നി. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് വന്നത്. നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡ് കാനഡയുടെ ആ ഭാഗത്തുനിന്ന് നമ്മളിപ്പോൾ USA ബോർഡറിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അവിടേക്ക് ചെക്കിങ് ഉണ്ടാവുള്ളൂ. ഇവിടെ വരെ വന്നോളൂ. പിന്നെ നല്ല ചൂടായതുകൊണ്ട് 2 ഐസ്ക്രീം ഞങ്ങൾ എല്ലാവരും ഒരു ഐസ്ക്രീം കഴിച്ചു.